പുരുഷാർത്ഥ സാരശിവ ഗംഗേ തുടിയിൽ ഉണരും ത്രിപുട കേട്ടു തുയിലുണർന്നു പാടി എന്റെ നടന മണ്ഡപം തുറന്നു ഗംഗേ 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 ജലതീർത്ഥം സൂര്യനാളം ഒരു സ്വരമഴയുടെ മന്ത്രതീർത്ഥം ഒഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവശൈൽ ശൃംഗമുടി നേടി വന്ന പുരുഷാർത്ഥ സാരശിവ ഗംഗേ അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ് മറ്റെല്ലാം ചുമ്മാ. അനഘ, അതൊരു വലിയ കഴിവാ. ഈ പാട്ട് ആരെ സെലക്ട് ചെയ്തേ? ഞാൻ തന്നെ. ആണോ? ടെൻഷൻ ഉണ്ടായിരുന്നല്ലേ? കുറച്ച് ശ്വാസം കിട്ടുന്നുണ്ട്, പക്ഷെ എങ്ങാനും കിട്ടാതെ വരുമോന്നൊരു പേടി. ഓക്കെ, ചോദിക്കാം. സുന്ദരായിട്ടുണ്ട്, നല്ല കോസ്റ്റ്യൂം, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അതെനിക്ക് പറയണ്ട ചേച്ചി, ഞാൻ പറഞ്ഞു. ഓക്കെ, ചോദിക്കാം. ശരത് സാർ, അനഘ,
സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയടാ. താങ്ക് യു സാർ. നന്നായിട്ട് നൈസ്, വെരി നൈസ്. താങ്ക് യു സാർ. കാരണം അത് ഇത്ര ഈസി ആയിട്ട് പാടി പോകാൻ പറ്റുന്നല്ലോ. ബ്രീത്തിങ് കപ്പാസിറ്റി, അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വരിശകൾ പോലാണ് മാറ്റത്ത് ചെയ്തു വെച്ചേക്കുന്നത്. ശ്വാസം എടുക്കാനും സ്ഥലമില്ല. ഒരു ഉഗ്രം പാട്ട്, ഒരു കിടുക്കാച്ചിപ്പാട്ട്. കാരണം ഇതിൻ്റെ ഒരു വൈബ് വേറെയാണ്. നമുക്കത് ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ശ്വാസം മുട്ടും കൂടെ അനുഭവപ്പെടും. കാരണം ഇത് ഇങ്ങനൊരു ഗംഗയുണ്ട്. ഓ എൻ്റെ ദൈവമേ. ഇതൊക്കെയാലും നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. പിന്നെ ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികളോട് എന്തെങ്കിലും ഇഷ്ടപ്പെടായിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പല്ലവിയിൽ ആ, പക്ഷെ എന്നാലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ടൈമിങ്ങിൽ അത് കൊള്ളാം. അതങ്ങ് വന്നങ്ങ് പോയി, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ നമ്മളിത് കേട്ട് ശീലമുള്ളതുകൊണ്ട് ഇതെന്തോ നീ പെങ്കൊച്ച് പാടണത് എന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകല്ലോ. ഇതൊരു ലൈവ് പാടുമ്പോഴാണെങ്കിൽ നമുക്ക് ലിറിക് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ തെറ്റിപ്പോകും. പറഞ്ഞു വന്നേ ഉള്ളൂ അറിയാൻ വേണ്ടി. പിന്നെ ഗംഗെ ഒക്കെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ കേട്ടോ. താങ്ക് യു സാർ. മാംഗല്യ മണികുങ്കുമം ഒന്ന് പാടാമോ? മാംഗല്യമണികുങ്കുമം അത് അത്ര ആക്കണോ? അത് കുറച്ചും കൂടെ ഫ്ലോ ആയിട്ട് ഒരു കൂളായിട്ട് പാടിക്കേ. മാംഗല്യമണികുങ്കുമം ആ പാടിക്കോടാ, നല്ലതാണ്, പാട്. മണികുങ്കുമം അത് കുറച്ചും കൂടെ വെടിപ്പാവാം കേട്ടോ. ഒരു തറവാടിത്തം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. പാടിയത് അതൊന്ന് തെന്നിപ്പോയി, അത് പോട്ടെ. പിന്നെ ഇതുപോലെ തന്നെ ഏകാന്ത പദയാത്രയിൽ നിനക്കായി മനസ്സിന്റെ മൺകൂടു പിന്നിൽ വെടിഞ്ഞു. ഓക്കെ. പിന്നെ അവസാനം പിന്നെ ലാസ്റ്റ് പാടിയ ഗംഗെ ഭാരതപ്പുഴയായിരുന്നല്ലോ, ഗംഗ അല്ലായിരുന്നു. ഇച്ചിരി വറ്റിപ്പോയി, അത് കുഴപ്പമില്ല. അത്രയും വരെ നിന്നില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. അതിന് വലിയ കാര്യം. ടോട്ടലി നല്ല രസമായിട്ട് തന്നെ പാടി. അങ്ങനെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. താങ്ക് യു ശരത് സർ. MG സർ. അനഘ സാർ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ട്. അത് അനുബല്യൊക്കെ കഴിഞ്ഞപ്പം ഉണ്ടാവും. ചെറിയൊരു വിറയല് പോലെ വന്നു. ഒരു വിബ്രാറ്റോ ആണോ അതോ ഉള്ളിന്ന് പേടിച്ചിട്ടാണോ പാടുന്നുള്ളത് രണ്ടിലേതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായിരുന്നു? ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേടി മാറി. നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ട്. കാരണം ഈ പാട്ട് എളുപ്പത്തിൽ പാടി ഒപ്പിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ നേരത്തെ അന്നാച്ചി പറഞ്ഞ പോലെ തന്നെ, കാരണം അക്ഷരങ്ങളുടെ ഇതും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്വരാക്ഷരങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആകെപ്പാടെ ശ്വാസം മുട്ടിപ്പോവും. അതിന്റെ ഇടയിൽ കൂടെ ഗംഗ എന്നുള്ളത് ഒരു 8 കിലോമീറ്റർ നീളവും കൂടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെയൊക്കെ നന്നായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മണികുങ്കുമം അത് ഫസ്റ്റ് ടൈം പ്രശ്നമായിരുന്നു, സെക്കൻഡ് ടൈം വന്നപ്പോൾ നന്നായി. പിന്നെ കാർക്കൂന്തൽ ആ പോർഷൻ സെക്കൻഡ് ടൈം പെർഫെക്റ്റ് ആണ്. ഫസ്റ്റ് ടൈം ഒരു ചെറിയ സംഭവം ഉണ്ടായിരുന്നു. സെയിം തന്നെയാണ്, വേറെ ഞങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്ന സെയിം ആണ്. പിന്നെ ലാസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ ഗംഗ, അത് അത്രയും ലെങ്ത് ആണ്, അത് കുറച്ചുകൂടെ ഉണ്ടോ? വെരി എൻഡ് ഗംഗേ സസ്റ്റെയിൻ പല്ലവിയിൽ അതേ കുറച്ചുകൂടി ലെങ്ത് ഇല്ലേ? അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇല്ലേ? അതോ ഇത്രേ ഉണ്ടായിരുന്നല്ലോ പാടി? എത്ര ഞാൻ പാടിയപ്പം കുറച്ച് കുറഞ്ഞു പോയി. കുറഞ്ഞു. അതാ ഞാൻ ചോദിച്ചു. കാരണം കുറച്ചുകൂടെ ആ താളത്തിൽ ലാസ്റ്റ് വരെ ഉണ്ട്. പിന്നെ ഗംഗെ എന്ന് വരും. പിന്നെ ചിത്രയുടെ ഒരു അഡീഷണൽ ഒരു സംഗതി ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നന്നായിരുന്നു. ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇതാണ്, ഈ ചില സ്ഥലങ്ങള് ഒന്ന് കയ്യിൽ നിൽക്കുന്നില്ല. പക്ഷെ സെക്കൻഡ് ടൈം പാടുമ്പോഴത്തേക്ക് അത് നല്ല ഗ്രിപ്പായിട്ട് പാടുന്നുണ്ട്. നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി. ഇത് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. ദാസേട്ടന് ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് ചിലപ്പോ ഗംഗ ഇത്രയും നീളം കണ്ടു കാണത്തില്ല. ആദ്യത്തെ ഈ എക്സ്റ്റൻഷൻ എന്തായാലും മോള് നന്നായിട്ട് പാടി. നല്ല എഫർട്ടാണ് കേട്ടോ. ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല എഫർട്ടാണ്. നന്നായിട്ട് പാടി. എനിക്കൊന്ന് വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് തന്നെ പറയാം അനഘ. നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശരിക്കും പാട്ട് കണ്ടപ്പോൾ ഗംഗയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭയന്നു. ഇത് അനഘ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം. പക്ഷെ അടിപൊളിയായിരുന്നു, നന്നായിട്ട് പാടി. പിന്നെ എനിക്കൊന്ന് ദാസറിനേക്കാളും കൂടുതൽ മധുചേട്ടനായിരിക്കും ഇത് സ്റ്റേജിൽ പാടിയിട്ടുണ്ടാവുക. സ്റ്റേജിലാണെങ്കിലും ശരി, റിയാലിറ്റി ഷോസിലാണെങ്കിലും ശരി, നമ്മൾ ഏറ്റവും കൂടുതൽ ഗംഗ കേട്ടിട്ടുള്ളത് മധുചേട്ടന്റെ കൈന്നാണ്. അല്ല, അവന്റെ പ്രോഗ്രാമിന് ഗംഗയോട്ടെന്ന് പറഞ്ഞാൽ തന്നെ അവനൊരു സന്തോഷമാണ്. അതെ.
മറ്റുള്ള ഇപ്പൊ ആർക്കെങ്കിലും ഗംഗ ഉണ്ടെന്ന് പറയുമ്പോ പേടിക്കുമെങ്കിൽ മൗച്ചേട്ടൻ ഗംഗയുണ്ട്. അപ്പം നന്നായിട്ട് പാടി. പിന്നെ അതുപോലെ ഇതുപോലത്തെ എക്സ്റ്റൻഷൻ ഉണ്ട്. ഇപ്പൊ ഈ ഗംഗയുടെ ആ ഒരു ലോങ് സസ്റ്റെയിൻ അല്ല, എക്സ്റ്റെൻഡഡ് സസ്റ്റെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ പറഞ്ഞ പോലെ രവീന്ദ്ര മാഷിന്റെ ചില പാട്ടുകളിലൊക്കെ ഉണ്ട്. ഇപ്പം ഹരിമുരളീരവം എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് പതുമൊഴി രാധേ നിന്നെ തേടി, അതങ്ങ് തേടി അങ്ങ് പോവാണ്, അത് കിട്ടുന്നത് വരെ നന്നായിട്ട് പാടി. പിന്നെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് പാടി ഇറക്കാം. താങ്ക് യു ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി അനഘ മാം ആശ്വാസമായി. തുടക്കം തൊട്ട് ഇങ്ങനെ പഞ്ചരിക്ക് ആര് പാടാൻ വന്നാലും ആ സ്കോർ ബോർഡാണ് മനസ്സിൽ. ഇപ്പൊ ഇവിടെ നിന്നുകൊണ്ട് 10 കൊടുക്കണേന്ന് പറഞ്ഞു. അതൊരു സത്യമല്ലേ ചേച്ചി? 10 അല്ല, കൊടുക്കണേ. ഇതില് ഏറ്റവും ഒരു വലിയൊരു കാര്യം എന്താന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടുകളാണ്. നിങ്ങൾ ഇത് എടുക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. മോള് മനോഹരമായിട്ട് പാടും. താങ്ക് യു മാം. അനക്ക ഇത് ഗംഗേ എന്നുള്ള തുടങ്ങുന്ന സമയം മുതൽ ഞാൻ ഈശ്വരാ പ്രാർത്ഥനയാണ്. ആദ്യത്തെ ഗംഗയെ സസ്റ്റെയിൻ നല്ലപോലെ കിട്ടി. ലാസ്റ്റിലായപ്പോഴാണ് കുറച്ചൊന്ന് അത്രയും പാടി വന്നപ്പോ പിന്നെ കുറച്ച് കുറച്ച് ടയേർഡായി പോയി. അതാണ് അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് മോളെ. ചില ഭാഗങ്ങളൊക്കെ വളരെ ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ആ മാംഗല്യ അവിടെ മാംഗല്യ മണി എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു മോളെ, അത്ര കട്ട് ചെയ്യണ്ട. അത് ഗ്രൂമേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊറേ. പക്ഷെ അത് ഞാനത് ആദ്യം മണികുങ്കുമം എന്നും ആക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിങ്ങനെ അത് കേൾക്കുമ്പോൾ അത് മാംഗല്യ മണിക്കുങ്കും ആ മണി എന്തോ അവിടെ ഇങ്ങനെ അത് അബ്രപ്റ്റായി കട്ടായി പോയി. അവിടെ ആ ലൈന് കുറച്ചുകൂടെ സ്മൂത്ത് ആയേനെ ആ സംഗതി വരുമ്പോഴത്തേക്ക്. അതാണ് എനിക്ക് ആ പോർഷനാണ് തോന്നിയത്. അല്ലാതെ പല്ലവിയിൽ ആ ലിറിക്ക് ലാസ്റ്റ് ആയപ്പോഴാണ് മോളെ, ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്കാണ് മോള് കുറച്ചൊരു അവിടെ ഒരു ക്ഷീണിതയായി. പക്ഷെ ക്ഷീണിക്കുന്ന പാട്ടാണത്. നല്ല അറ്റംപ്റ്റാ മോളെ, വെരി ഗുഡ്. നല്ല വോയിസ് ടെക്സ്ചർ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് തോന്നിയ ഈ ഒരു ആ മാംഗല്യ അതിന്റെ റിപ്പീറ്റ് സംഗതി കുറച്ചൊരു ഫാസ്റ്റ് അത് വന്നില്ല, അതുണ്ടായിരുന്നു അതില്. ആ സംഗതി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു അതായത് മോള് സ്ലോ ആക്കിയത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. താങ്ക് യു മാം. Thank you, ചേച്ചി. ജഡ്ജസ്, എന്തായാലും അനഘ പാടി നല്ല നല്ല കമന്റ്സ് ഒക്കെ കേട്ടു. നമുക്കൊരു ഗംഗെ ചലഞ്ച് ഇവിടെ വെച്ചാലോ? ഓക്കെ, എന്താണ്? ഓക്കെ, അത് കറക്റ്റ് അത് പാടി നിർത്തണത്. 2 ടീമിലെ ഓരോരുത്തർക്ക് നമുക്കൊരു ചാൻസ്. എല്ലാരും പാടുവോ? ഇല്ല, അതിപ്പോ ഇവിടെ 2 പേരും പാടും, യശും പാടും. നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു ഗംഗെ ചലഞ്ച് ആണ് നടത്താൻ പോകുന്നത് 2 ടീമിൽ നിന്നും. ആദ്യമായി മാജിക് ബീറ്റ്സിൽ നിന്നും ശ്രേയ വരുന്നു. ഗംഗേ കഴിഞ്ഞു പ്രാക്ടീസ് ഒന്നുമില്ലടാ. കാര്യം ഒരു ചാലഞ്ച് ആവുമ്പോ പ്രാക്ടീസ്. അടുത്ത ആള് അടുത്ത് ഇവിടെ ആരാണ്? മിസ്റ്റേക്ക് രാജാസ് ആരാ വരുന്നേ? യശ്, തേജസ്. തേജസ് റെഡി? ഗംഗേ ഒരു വല്ലാത്ത പഠിത്തം. തീർന്നോ? ഇനി 1 കിലോമീറ്ററും കൂടെ ഉണ്ട്. യശ് നോക്കുന്നോ? ഗംഗേ എന്തോന്നടേ പാട്ട് തീരുന്നവരെ ഗംഗ വിളിച്ചത്. യഥാർത്ഥ ഗംഗയ്ക്ക് പോലും ഇത്ര നീളം കാണത്തില്ല. വണ്ടർഫുൾ യശ്, വണ്ടർഫുൾ. ആഹാ, ബ്യൂട്ടിഫുൾ. ട്രൈ ചെയ്യുന്നുണ്ടോ? ഇവൻ എന്തായിരുന്നു പാടാതെ? നീ തോന്നടേ, നീ ആദ്യം എടുത്ത് പാടണ്ടേ? തേജസ്
അല്ല തേജസിന്റെ അടുത്തല്ലേ യഷിന്റെ അടുത്ത് നിങ്ങൾ ആ ടീമിൽ ഇരിക്കുമ്പോ ഞാൻ യശ് പാടുമെന്ന് വിചാരിച്ചു. ആക്ച്വലി എൻകറേജ് ചെയ്തു നീ പാട് എന്ന് ഞാൻ അവൻ പാടി തോക്കണം. രണ്ടുപേര് പാടി ആ. ഇവിടെ ഒരാൾക്ക് കൊടുക്കണോ പാട്ട്? അറിഞ്ഞൂടാ. ഒരു ചാൻസ് കൂടെ ഒരാൾക്ക് കൊടുക്കണോ? കൂടെ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു ചാൻസ് കൂടെ ആരുണ്ട്? കൊടുക്കാം. സ്നേഹ? ആരാ സ്നേഹ? ദേ ഒരു ഗോൾഡൻ മൈക്ക് അവിടെ നിന്ന് പാടിയിട്ടോ, ഇനി ഇപ്പുറത്തെ ഗോൾഡൻ മൈക്ക്. അവന് യഥാർത്ഥമായിട്ട് ഗോൾഡൻ മൈക്കിന് അർഹനാണ്. Ready, ready. യെസ്. കൺട്രോൾ ചെയ്ത് ബ്രീത്തിങ്. എടുത്തില്ല അവിടെ ഇരുന്നോ? ശ്വാസം. അപ്പൊ യശ് കി ജയ്. ബ്യൂട്ടിഫുൾ സൂപ്പർ സൂപ്പർ. ചലഞ്ചിലങ്ങ് നിന്നുപോയി ഞാൻ. തീർന്നുപോയി. ആ. മാർക്സ് മാർക്സ് മാർക്സ്. ഓക്കെ യെസ്. MT സർ. 9.3. ശരത് സർ. അനഘ 9.4. ഷാനിക്ക. അനക്ക ഒട്ടും മറക്കത്തില്ല. ഓക്കെ സോ ടോട്ടൽ 18.7. അല്ല അനഘേ. ബൈ.